അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ എങ്ങനെയാണ് ഇസ്തിഗാസ ചെയ്യേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ചതിനെയാണ്. ഇന്ന് നമുക്ക് വഹാബികൾ, പുത്തൻവാദികൾ അവരുടെ ആചാരനായി കാണുന്ന ഇസ്തിഗാസയെ ആദ്യമായിട്ട് എതിർത്ത ആളെന്ന ഖ്യാതി നേടിയ ഇബ്നു തൈമിയ, അദ്ദേഹം എന്താണ് ഇസ്തിഗാസയെക്കുറിച്ച് പറഞ്ഞത് എന്ന് പരിശോധിക്കാം. ഇബ്നു തൈമിയയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം. ആ ഗ്രന്ഥത്തിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനരികിലേക്ക് മഴയില്ലാത്തത് ആവലാതി പറഞ്ഞുകൊണ്ട് വരികയും അയാൾക്ക് സ്വപ്നത്തിലൂടെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പോയി മഴ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുകയും ചെയ്ത സംഭവം പറഞ്ഞതിന് ശേഷം ഇബ്നു തൈമിയ ഇങ്ങനെ പറയുകയാണ്: വമിസ്ലു ഹാദാ യഖഉ കസീറൻ ലിമൻ ഹുവ ദൂന നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം وأعرف من هذا وقائع وكذلك سؤال بعضهم للنبي صلى الله عليه وسلم أو لغيره من أمته حاجة فتقضى له فإن هذا قد وقع كثيرا وعليك أن تعلم أن إجابة النبي صلى الله عليه وسلم أو غيره لهؤلاء السائلين ليس مما يدل على استحباب السؤال. ഇബ്നു തൈമിയ പറയുകയാണ്, ഇതുപോലത്തെ സംഭവങ്ങൾ, അതായത് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയോട് സഹായം തേടുകയും അതിന് മറുപടി കിട്ടുകയും ചെയ്ത സംഭവങ്ങൾ ധാരാളമുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മാത്രമല്ല, അവിടത്തേക്കാൾ സ്ഥാനം കുറഞ്ഞവരിൽ നിന്നും സംഭവിച്ചിട്ടുണ്ട്. എനിക്കതിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ അറിയാം. അപ്പോൾ നബി തങ്ങളോടോ അല്ലെങ്കിൽ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട മറ്റാളോടോ ഇതുപോലെ വല്ലതും ചോദിച്ചാൽ അവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അല്ലെങ്കിൽ അവിടുത്തേക്കാൾ സ്ഥാനം കുറഞ്ഞവരോ ഇത്തരം ചോദ്യങ്ങൾ, ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് ആ ചോദ്യം സുന്നത്താണ് എന്നതിന് മേൽ അറിയിക്കുന്നില്ല. ലൈസ മിമ്മ യദുല്ലു അല ഇസ്തിഹ്ബാബി സുആൽ, ചോദ്യം സുന്നത്താണെന്നതിൻ്റെ മേൽ അറിയിക്കുന്നില്ല. കാരണം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ എന്ത് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നാലും എനിക്ക് തരാതെ നിർവാഹമില്ല, എനിക്ക് തൃപ്തിയുള്ളതാണെങ്കിലും അല്ലെങ്കിലും എനിക്കത് തരാതെ നിർവാഹമില്ല എന്നൊരു ഹദീസ് കൂടി ഇബ്നു തൈമിയ ഈ പറഞ്ഞ സംഭവത്തിന് ശേഷം തെളിവായിട്ട് ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് പിന്നീട് പറയുകയാണ്, ഫഹാദൽ ഖദുർ ഇദാ വഖഅ യകൂനു കറാമത്തൻ ലി സ്വാഹിബിൽ ഖബരി വഅമ്മാ യദുല്ലു അലാ ഹുസ്നി ഹാലി സായിലി ഫലാ ഫർഖ ബൈന ഹാദാ വഹാദാ. ഇങ്ങനെ ഖബറിൽ കിടക്കുന്ന ആളുകളോട് വല്ലതും ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടുക എന്നത് ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ മഹത്വം കാരണമായിട്ടാണ്. ചോദ്യം നല്ലതാണെന്ന് ഒരിക്കലും അതിൽ നിന്ന് കിട്ടുകയില്ല എന്ന് ചുരുക്കി പറഞ്ഞാൽ, ഇസ്തിഗാസ ആദ്യമായിട്ട് എതിർത്ത ഇബ്നു തൈമിയ തന്നെ എന്താണ് ഇതിലൂടെ പറഞ്ഞ് സമ്മതിക്കുന്നത്? ചോദിക്കുന്നതിന് പ്രത്യേക പുണ്യമൊന്നുമില്ല എന്ന് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ചോദിക്കുന്ന വ്യക്തി അത് കേൾക്കുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുകയാണ്. ഈ സാക്ഷാൽ ഇബ്നു തൈമിയ തന്നെ മരിച്ചവർ കേൾക്കുമെന്നും അവർ ഉത്തരം ചെയ്യുമെന്നും അങ്ങനെ ഉത്തരം ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെന്നും അതിലൊരുപാട് സംഭവങ്ങൾ എനിക്ക് തന്നെ അറിയാം എന്നും പറയുമ്പോൾ ഇസ്തിഗാസയുടെ പ്രാമാണികത അവിടെ സ്ഥിരപ്പെടുകയാണ്. ഈ ഇസ്തിഗാസയും തവസ്സുലുമെല്ലാം നമ്മുടെ പൂർവികന്മാർ, അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ, സ്വാലിഹീങ്ങളായ നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അത് അഹ്ലുസുന്നത്തിൻ്റെ രീതിയും ശൈലിയുമാണ്. അള്ളാഹു അഹ്ലുസുന്നയിലായി അടിയുറച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.